അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ബിഗിനർ സ്റ്റേജിലുള്ള ഒരാളാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഞാനിപ്പോൾ ഈ ഫണ്ടഡ് അക്കൗണ്ട് യൂസ് ചെയ്യണോ അല്ലെങ്കിൽ റിയൽ അക്കൗണ്ട് യൂസ് ചെയ്യണോ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് കാണുന്നതിലൂടെ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഫണ്ടഡ് ആണോ ഇപ്പോൾ ചൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ റിയൽ അക്കൗണ്ട് ആണോ ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഫണ്ടഡ് അക്കൗണ്ട്സിനെ കുറിച്ച് തന്നെ നോക്കാം. ഞാൻ 2 അക്കൗണ്ട്സും പേഴ്സണലി യൂസ് ചെയ്യുന്ന ആളാണ്. റിയൽ അക്കൗണ്ടിലും ചെയ്യുന്നുണ്ട്, ഫണ്ടഡ് അക്കൗണ്ടിലും ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ ബിഗിനർ സ്റ്റേജിൽ ചെയ്തിട്ടുള്ള ഒരു മിസ്റ്റേക്കാണ് ആദ്യമേ ഞാൻ ഫണ്ടഡ് അക്കൗണ്ട്സ് പർച്ചേസ് ചെയ്ത് അതിൽ ട്രേഡ് ചെയ്ത് പഠിക്കുക എന്നുള്ളത്. അത് ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഫണ്ടഡ് അക്കൗണ്ട്സ് കണ്ടിട്ടായിരിക്കാം മെജോറിറ്റി ആളുകളും ഫോറക്സിലേക്ക് വന്നിട്ടുണ്ടാവുക. മറ്റു മേഖലയിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ പോലും ഈ ഫണ്ടഡ് അക്കൗണ്ട്സ് കണ്ടിട്ട് അത് ഇൻഫ്ലുവൻസ് ആയിട്ട് വന്നിട്ടുള്ള ആളുകളാണ് കൂടുതൽ ആളുകളും ഈ ഫോറക്സിലേക്ക്. ബിഗിനർ സ്റ്റേജിൽ തന്നെ എല്ലാവരും ഫണ്ടഡ് അക്കൗണ്ട്സ് ആണ് കൂടുതൽ ആളുകളും എടുക്കാനായിട്ട് നോക്കുന്നത്. അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. എല്ലാവരും ട്രാപ്പായി പോകുന്നൊരു സംഭവം ഇത് തന്നെയാണ്. ഫണ്ടഡ് അക്കൗണ്ടിൽ കൂടുതൽ ആളുകളും ട്രാപ്പ് ആവാറുണ്ട്. ഇതൊരു ലൂപ്പാണ്. നമ്മൾ ഫണ്ടഡ് അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ എടുത്തുകൊണ്ടിരിക്കും. ഒന്ന് ബ്രീച്ച് ആവുന്ന സമയത്ത് വേറൊന്നെടുത്ത് അങ്ങനെ ബ്രീച്ച് ആയിക്കൊണ്ടിരിക്കും. ഈ ഫണ്ടഡ് അക്കൗണ്ട്സിൻ്റെ ഒരു നെഗറ്റീവ് സൈഡും ഇത് തന്നെയാണ്. നമുക്ക് അറിയാൻ പറ്റില്ല, നമ്മൾ അറിയാതെ ഈ ഒരു ലൂപ്പിൽ പെട്ടുപോകുന്നതാണ്. നിങ്ങളിപ്പോൾ ഒരു ബിഗിനർ സ്റ്റേജിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഫണ്ടഡ് അക്കൗണ്ടിനെക്കാട്ടിലും എത്രയോ ബെറ്റർ ആയിരിക്കും റിയൽ അക്കൗണ്ട്. ഞാൻ അതിലേക്ക് വരാം. അതിന് മുന്നേ ഫണ്ടഡ് അക്കൗണ്ട് എന്താണെന്ന് അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഫണ്ടഡ് അക്കൗണ്ട്സ് നമ്മൾ വലിയ വലിയ കമ്പനികൾ നമുക്ക് ട്രേഡ് ചെയ്യാൻ ക്യാഷ് ഇല്ല എന്നുണ്ടെങ്കിൽ അവർ ഫണ്ട് തരുന്നൊരു മെത്തേഡിനെയാണ് ഈ ഒരു ഫണ്ടഡ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. ഫണ്ടഡ് ഫേംസ് എന്നും ഇതിനെ നമ്മൾ വിളിക്കാറുണ്ട്. നമുക്ക് ചെറിയ ഫീസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വലിയ അക്കൗണ്ട് സൈസ് വാങ്ങിക്കാൻ പറ്റും. അതിപ്പോൾ നമ്മളൊരു ബിസിനസ് ചെയ്യുന്ന സമയത്ത് നമുക്കതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ക്യാഷ് വേണമല്ലോ. ആ ഒരു ക്യാഷ് നിങ്ങൾ ചെറിയൊരു ഫീസ് കൊടുത്തു കഴിഞ്ഞാൽ വലിയ ഫീസ് പ്രൊവൈഡ് ചെയ്യുന്ന ചില ഫണ്ടഡ് ഫേംസിനെയാണ് ഈ ഫണ്ടഡ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. റിയൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓൺ മണി, നമ്മുടെ കയ്യിലുള്ള ക്യാഷ് ഒരു ബ്രോക്കറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു എമൗണ്ട് വെച്ചിട്ട് ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ്സ് ഉണ്ടാക്കുന്നതിനെയാണ് ഈ റിയൽ അക്കൗണ്ട്സ് എന്ന് പറയുക. നമ്മൾ എത്ര എമൗണ്ട് ആണോ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു എമൗണ്ട് മാത്രമേ അതിൽ നമുക്ക് വിസിബിൾ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ളൊരു ഡിഫറൻസ് എന്ന് പറയുമ്പം അധികമൊന്നുമില്ല. ഫണ്ടഡ് അക്കൗണ്ട് റിസ്ക് കുറവായിരിക്കും. കാരണം നമ്മൾ ചെറിയൊരു ഫീസ് കൊടുത്ത് വലിയൊരു എമൗണ്ട് അവിടെ വാങ്ങിക്കുകയാണ്. അപ്പോൾ നമുക്ക് ചെറിയ റിസ്കിൽ തന്നെ അപ്പോൾ ആ ഒരു വലിയ എമൗണ്ട് അവർ കുറച്ച് റൂൾസ് വെച്ചിട്ടുണ്ടാവും. അതിനനുസരിച്ചായിരിക്കും ആ ഒരു അക്കൗണ്ട്സ് മൂവ് ചെയ്യുന്നത്. ആ ഒരു എമൗണ്ട് ഫുള്ള് നിങ്ങളുടെ കയ്യിൽ നിന്ന് വാഷ് ഔട്ട് ആയി കഴിഞ്ഞാലും നിങ്ങളുടെ ആ ഒരു ഫീസ് മാത്രമേ അവിടെ പോവുള്ളൂ. നിങ്ങളുടെ ആ എമൗണ്ട് ഫുള്ള് പോകില്ല. റിയൽ അക്കൗണ്ട് ആവുന്ന സമയത്ത് നിങ്ങൾ എത്ര എമൗണ്ട് ആണോ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്, നിങ്ങളുടെ ആ ഒരു എമൗണ്ട് ഫുള്ള് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഓൺ മണി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്രയും വലിയൊരു നഷ്ടം സഹിക്കേണ്ടി വരുന്നു മാത്രം. അപ്പോൾ ഇതിലുള്ളൊരു ഡിസഡ്വാൻറ്റേജും അഡ്വാൻറ്റേജും ഉള്ളൊരു ഫണ്ടഡ് അക്കൗണ്ട്സിൽ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും. അവർ പറയുന്ന രീതിയിലായിരിക്കും നിങ്ങൾ അതിൽ ട്രേഡ് ചെയ്യേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ അക്കൗണ്ട് അവർ ബ്രീച്ച് ആക്കി കളയും. അക്കൗണ്ട് അവർ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കളയും. ഡയറക്റ്റ് നിങ്ങൾക്ക് ഒരിക്കലും ഫണ്ട് അവർ തരില്ല. 2 അക്കൗണ്ട്സ് ആയിട്ടായിരിക്കും തരുന്നത്. ഫസ്റ്റ് ഫേസ്, സെക്കൻഡ് ഫേസ് എന്ന് പറഞ്ഞിട്ട്. അതിൽ ഫസ്റ്റ് ഫേസിൽ നമുക്ക് 8% നിങ്ങൾക്ക് തരുന്ന എമൗണ്ടിൻ്റെ, അതായത് നിങ്ങൾക്ക് ഇപ്പോൾ എത്ര ക്യാപിറ്റലാണ് തന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ഫേസിൽ 8%, സെക്കൻഡ് ഫേസിൽ 5% നിങ്ങൾ പ്രോഫിറ്റ്സ് എടുത്ത് കാണിച്ച് കൊടുത്താൽ മാത്രമേ അവർ റിയൽ അക്കൗണ്ട് തരുള്ളൂ. അതായത് മാസ്റ്റർ അക്കൗണ്ട് എന്ന് പറയും. ഓക്കെ, അതിലായിരിക്കും പിന്നെ നിങ്ങൾ എടുക്കുന്ന എമൗണ്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് ആയിട്ട് വിഡ്രോ അടിക്കാൻ പറ്റുന്നത്. റിയൽ അക്കൗണ്ട് അങ്ങനെയല്ല. നിങ്ങൾ ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലെടുക്കുന്ന എല്ലാ പ്രോഫിറ്റ്സും നിങ്ങൾക്ക് അപ്പോൾ വിഡ്രോ ചെയ്യാൻ പറ്റും. പിന്നെ ഫണ്ടഡ് അക്കൗണ്ടിൽ നിങ്ങളിപ്പോൾ ഒരു പ്രോഫിറ്റ് എടുത്ത് ഇപ്പോൾ മാസ്റ്റർ അക്കൗണ്ട് ഈ 2 ഫേസും നിങ്ങൾ പാസ്സാക്കി മാസ്റ്റർ അക്കൗണ്ടിലേക്ക് എത്തി. അത് നിങ്ങൾ പ്രോഫിറ്റ് എടുക്കുന്ന സമയത്ത് ഒരു 80 to 95% വരെയാണ് അവരെ പ്രോഫിറ്റ്. ഈ പ്രോഫിറ്റ് സ്പ്ലിറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു 80% പ്രോഫിറ്റ് സ്പ്ലിറ്റിംഗ് ഉള്ളൊരു ഫണ്ടഡ് ഫേം ആണെന്നുണ്ടെങ്കിൽ അതിൽ 20% അവർക്ക് പോകും നിങ്ങൾ വിഡ്രോ അടിക്കുന്ന സമയത്ത്. അതിൽ 18% മാത്രമാണ് നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ പ്രോഫിറ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ റിയൽ അക്കൗണ്ടിൽ വരുന്ന സമയത്ത് നിങ്ങൾ എത്രയാണോ എമൗണ്ട് എടുത്തിരിക്കുന്നത് ആ ഒരു എമൗണ്ട് ഫുള്ള് നിങ്ങൾക്ക് പ്രോഫിറ്റ് ആയിട്ട് വിഡ്രോ അടിച്ച് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എടുക്കാൻ പറ്റും. റിയൽ അക്കൗണ്ടിൽ പിന്നെ ബ്രോക്കേഴ്സിന് കമ്മീഷൻ വരും. അതിന് നമ്മൾ സ്പ്രെഡ് എന്നാണ് വിളിക്കുക. അത് നമുക്ക് ട്രേഡ് എടുക്കുന്ന സമയത്താണ് അവർ അതിൽ നിന്നാണ് നമുക്ക് അവിടെ കമ്മീഷൻ ഈടാക്കുന്നത്. പല ടൈപ്പ് അക്കൗണ്ട്സ് ഉണ്ട് കേട്ടോ റിയൽ അക്കൗണ്ടിൽ. സോ നമുക്കിപ്പോൾ അതിനെക്കുറിച്ചൊന്നും നോക്കണ്ട. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫണ്ടഡ് അക്കൗണ്ടിലും റിയൽ അക്കൗണ്ടിലുള്ളൊരു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത്. ഫണ്ടഡ് അക്കൗണ്ട് എടുക്കണോ റിയൽ അക്കൗണ്ട് എടുക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ബിഗിനർ സ്റ്റേജിലുള്ള ഒരാളോട് ഞാൻ പറയുന്നത് റിയൽ അക്കൗണ്ട് എടുക്കുക എന്നുള്ളതാണ്. കാരണം നമ്മളൊരു പഠിക്കുന്ന സമയത്ത് റിയൽ അക്കൗണ്ടിൽ ചെയ്ത് പഠിച്ച്
അത്യാവശ്യം ഒന്ന് നിങ്ങൾ മാർക്കറ്റിൽ സർവേ ചെയ്യാൻ പഠിച്ചൊന്ന് പ്രോഫിറ്റബിൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫണ്ടഡ് അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പാസ്സാക്കി എടുക്കാൻ പറ്റും. മനസ്സിലായോ? ഈ ഫണ്ടഡ് അക്കൗണ്ട് പാസ്സാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഹൈ റിസ്ക് എടുക്കണം. ഹൈ റിസ്ക് എടുത്താൽ മാത്രമേ നമുക്ക് ഫണ്ടഡ് അക്കൗണ്ട് പാസ്സാക്കി എടുക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് മാസ്റ്റർ അക്കൗണ്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതൊരു 10% എങ്കിലും നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ റിസ്ക് എടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ 10% റിസ്ക് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങളുടെ സ്ട്രാറ്റജി, നിങ്ങളുടെ സൈക്കോളജി, നിങ്ങളുടെ ഡിസിപ്ലിനും അത് അങ്ങനെയുള്ള നിങ്ങൾ ട്രേഡിങ്ങിൽ വേണ്ട കാര്യങ്ങളൊക്കെ ഭയങ്കര മോശമാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അത് ഓക്കെ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഫണ്ടഡ് അക്കൗണ്ട് പാസ്സാക്കി എടുക്കാൻ പറ്റില്ല. പാസ്സാക്കി എടുത്താലും തന്നെ നിങ്ങൾക്ക് അതിൽ സർവേ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആദ്യം നിങ്ങൾ റിയൽ അക്കൗണ്ടിൽ ചെയ്ത് ഈ ഒരു സംഭവങ്ങളെല്ലാം ഒന്ന് തറാക്കി എടുക്കുക. അതിനുശേഷം നിങ്ങളുടെ സ്ട്രാറ്റജി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയി അത്യാവശ്യം വിന്നിങ് റേറ്റും കാര്യങ്ങളൊക്കെ കിട്ടി തുടങ്ങുന്ന സമയത്ത് ഫണ്ടഡ് അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പാസ്സാക്കി എടുക്കാൻ പറ്റും. സിമ്പിളായിട്ട് പാസ്സാക്കി നിങ്ങൾക്ക് അതിൽ നിന്ന് പേ ഔട്ടും എടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം നിങ്ങൾ റിയൽ അക്കൗണ്ട് യൂസ് ചെയ്തിട്ട് പിന്നെ ഫണ്ടഡ് അക്കൗണ്ട്സിലേക്ക് പോവാം. പിന്നെ റിയൽ അക്കൗണ്ടിൽ നിങ്ങൾ ബ്രോക്കർ തിരഞ്ഞെടുക്കുന്ന സമയത്ത് കുറച്ച് ശ്രദ്ധിക്കാനുണ്ട്. കാരണം റിയൽ അക്കൗണ്ട് ഇപ്പോൾ ഫണ്ടഡിലും അങ്ങനെ തന്നെയാണ്, റിയലിലാണ് ഏറ്റവും കൂടുതൽ ബ്രോക്കേഴ്സിൽ സ്കാമും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഒരുപാട് ഫേക്ക് ബ്രോക്കേഴ്സ് ഉണ്ട്. അപ്പോൾ ബി ബുക്ക് ബ്രോക്കേഴ്സ്, എ ബുക്ക് ബ്രോക്കേഴ്സ് എന്ന് പറഞ്ഞിട്ട് 2 തരത്തിലുള്ള ബ്രോക്കേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ബ്രോക്കർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ബയോയിൽ കൊടുത്തിട്ടുണ്ടാവും ലിങ്ക്. നിങ്ങൾക്ക് അതിൽ കയറിയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഫണ്ടഡ് അക്കൗണ്ട് യൂസ് ചെയ്യണോ റിയൽ അക്കൗണ്ട് യൂസ് ചെയ്യണോ എന്നുള്ളൊരു ഏകദേശം ധാരണ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ട്രേഡിംഗ് പരമായി ഇത് അക്കൗണ്ട് പരമായിട്ടോ ഡൗട്ട്സ് കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. സോ നമുക്കതൊരു വീഡിയോ ആയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പേഴ്സണലി നിങ്ങൾക്ക് ക്ലിയർ ചെയ്തോ തരുന്നതാണ്. ഓക്കെ.